ഇതാ മൂർച്ചയേറിയ ഒരു വാൾ. യുദ്ധം ചെയ്യാനല്ല. പ്രൊഫസർ രാജേന്ദ്രൻ ഈ മൂർച്ചയേറിയ വാൾ ഒരു കൊച്ചു സുന്ദരിക്കുറങ്ങാൻ ഒരു പട്ടു മെത്തയാക്കി മാറ്റും. ഇവിടുത്തെ താമസമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? എന്തെങ്കിലും അസൗകര്യമുണ്ട് പറയണം കേട്ടോ. ഒന്നുമില്ല. വളരെ സന്തോഷം. പ്രിയമതിക്ക് റോസപ്പൂ ഇഷ്ടമാണോ? അതെ. എനിക്കാണെങ്കിൽ ഇതെന്റെ പ്രാണനാണ്, വലിയ ഇഷ്ടമാണ്. ഇത് പ്രിയമതിക്ക് ഇരിക്കട്ടെ. വേണ്ട സാർ, അത് സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അങ്ങനെയല്ല, എന്റെ കയ്യിലിരിക്കുന്നതിനേക്കാൾ ഭംഗി പ്രിയമതിയുടെ മുടിയിൽ ചൂടുമ്പോഴാണ്. വാങ്ങിക്കൂ. ഇനി ഞാൻ പോയിക്കൊള്ളട്ടെ. കയ്യിലെന്തെന്നാ? റോസാപ്പൂ. പടക്കമല്ലേ? അയ്യോ, ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു? എനിക്കെങ്ങനെ അറിയാം? ഇതെന്തോന്നാ? ഇടത് കയ്യിൽ റോസാപ്പൂ. ഇതെന്താ ഇങ്ങനെ? ഇതിന്റെ പേരാണ് മാജിക്. ഞാനിവിടെ പുതുതായി വന്ന മാജിക്കാരനാണ്. എന്റെ പേര് രാജേന്ദ്രൻ. പേര് പ്രിയംവദ. പ്രിയംവദയ്ക്ക് മാജിക് ഇഷ്ടമാണോ? എനിക്ക് പേടിയാ. അതൊന്നും സാരമില്ല. ഞാൻ സ്റ്റേജിൽ മാജിക് കാണിക്കുമ്പോൾ എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാനെങ്ങനെ സഹായിക്കും? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പ്രിയമതയെ പോലെ 2-3 പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് ആവശ്യമുണ്ട്. ഞാൻ ക്യാമ്പിലേക്ക് വന്നു. ഒരു പാക്കറ്റ് വിളിച്ചതാ. എന്താ സാറേ? അല്ല, ഇത് കൊള്ളാലോ. സന്ധ്യ നേരെ തുറക്കുന്നു തോന്നുന്നു, കടയിൽ തുറന്നു വെച്ചോണ്ട്. ഐശ്വര്യക്കേട്. എനിക്ക് ഒരു പാക്കറ്റ് വിളിച്ചതാ. ക്ഷമിക്കണം, എനിക്ക് ഒരബദ്ധം പറ്റി. ശരിക്കൊന്നും മെനിങ്ങിയ ലക്ഷണമുണ്ടല്ലോ. എന്റെ പൊന്ന് സാറേ, ഒന്നും പറയാൻ. ഇന്നലെ സന്ധ്യ ആയപ്പം നമ്മുടെ വർക്ക്ഷോപ്പിലെ കൃഷ്ണൻകുട്ടി ഇവിടെ വന്നിരുന്നു. കയ്യിൽ 50 രൂപയുണ്ട്. എന്നിട്ടൊരു ചോദ്യം, പാച്ചുള്ളേ ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന്. കേട്ടാ, കാർണിവൽ. എന്തിനാ? അത് ശരി, ചൂതുകളി. എനിക്ക് ഞാൻ പറയട്ടെന്നേ. പോയി ജയിച്ചു വാടാ മക്കളെ എന്ന് അനുഗ്രഹിച്ച് ഞാൻ ഇവനെ അകത്തോട്ട് വിട്ടു. കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നു. രൂപ 50 അതാ അതിനകത്തങ്ങ് കളഞ്ഞ. ഒത്തിരി കളയും. കൃഷ്ണൻകുട്ടി എന്റെ കടയുടെ മുമ്പിൽ നിന്നോണ്ട് പറയാ. നോക്കിയപ്പോ കൈ നിറയെ നോട്ട്, കെട്ട് കണക്കിന് പച്ച നോട്ട്. ഒരു 50 രൂപയും കൊണ്ട് കളിക്കാൻ പോയ ആളുടെ കയ്യില് തിരിച്ചു വരുമ്പോ ഏകദേശം എത്ര രൂപ കാണും? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? എന്നാലും വെറുതെ ഒരു കൊട്ടത്താപ്പിന് 500 പറ. ശരി, 500 രൂപ. ദാണ്ട കിടക്കുന്നു. അതിന്റെ 10 ഇരട്ടി 5000 രൂപ. എങ്ങനെ കളി? ഒരു 50 രൂപയും കൊണ്ട് പോയതിന് ഒരു 5000 രൂപ കിട്ടിയ എന്നെ ഇവിടെ ഇരിക്കാൻ വിടുവാണ്. തണ്ണി അടിക്കണം. വിളിച്ചാ ചെന്നില്ലേ ദൈവദോഷം വെച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞാനിവിടെ പോയി തണ്ണിയല്ലയോ ഒരു പൊട്ടിക്ക് കൂടിപ്പോയി. അതിന്റെ ക്ഷീണം. എനിക്കൊന്ന് ഉറങ്ങണം. ഇനി വല്ല സേറ്റ് മറ്റോ വേണോ?
എനിക്ക് തിരിച്ചെടുത്തേ പറ്റൂ. ഇന്ന് നിങ്ങൾ കളിക്കാൻ തുടങ്ങിയ സമയം നന്നല്ലായിരുന്നു. നാളെ ആകാം. വരൂ ലോഹം. വരൂ വേണു വരൂ. ആ വേണു വന്നോ? അന്വേഷിച്ചൊരാളിനെ വിടാൻ ഭാവിക്കുകയായിരുന്നു. ഇന്നലെ എന്താ രൂപ കൊണ്ടുവരായിരുന്നത്? ഇന്നലെ എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് പണപ്പിരിവിന് പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ ആ വിവരം ഇവിടെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും അയക്കുമായിരുന്നല്ലോ. കുടിശ്ശിക വന്നാലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ? അതെ, ഇന്ന് പോയി ഞാൻ തിരിച്ചു കൊണ്ടുവരാം സാർ. ഏതായാലും ഇന്ന് സമയം കളയണ്ട, വേഗം പോകും. ഓ ശരി സാർ. ഇതാ ഒരു നാട്യറാണിയെ, അപ്സര സുന്ദരിയെ ഞങ്ങൾ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു. മിസ് പ്രിയം.